رضي الله عن أهل البدر رضي الله عن شهداء رضي الله عن أهل البدر رضي الله عن شهداء رضي الله عن أهل البدر رضي الله عن شهدائي توسلنا ببسم الله وبالهادي رسول الله وكل مجاهد لله وأهل البدر يا الله إلهي سلم الأمة من الآفات والنقمة ومن هم ومن عما بأهل البدر يا الله صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله. പ്രിയപ്പെട്ട വിശ്വാസികളെ, ഇന്ന് റമദാൻ 17 മഹത്തായിട്ടുള്ള ഇസ്ലാമിക ചരിത്രത്തിലെ വലിയ മറക്കാനാവാത്ത ഒരു ദിവസം കൂടിയാണ് റമദാൻ 17 എന്ന് പറയുന്നത്. ബദർ യുദ്ധം, അസത്യത്തിനെതിരെ സത്യം പടപൊരുതി വിജയിച്ച് വിജയം നേടിയെടുത്ത മഹത്താക്കപ്പെട്ട ഒരു ദിനമാണ്. ആ ദിനത്തിൻ്റെ ഓർമ്മയാണ് റമദാൻ 17 ബദർ യുദ്ധം എന്ന് പറയുന്നത്. ഇസ്ലാമിക ചരിത്രത്തിലെ മഹത്തായ യുദ്ധങ്ങളിലൊന്നാണ് ബദർ യുദ്ധം. ഹിജ്റ 2-ാം വർഷം റമദാൻ 17 നോമ്പൊക്കെ എടുത്തുകൊണ്ട് ക്ഷീണിച്ചിരിക്കെ അല്ലാഹു സുബ്ഹാനഹു തആലയുടെ കൽപ്പന മുഖാന്തരം നടന്നിട്ടുള്ള ഒരു വലിയ യുദ്ധമാണ്. ആ യുദ്ധത്തെ സംബന്ധിച്ചാണ് ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. ഇൻഷാ അല്ലാഹ് ഇതിൽ ധാരാളം ചോദ്യങ്ങൾക്ക് മറുപടികളാണ് ഇതിൽ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. ധാരാളം സ്വഹാബത്ത് അനവധി യാതനകളും വേദനകളുമൊക്കെ സഹിച്ചുകൊണ്ടാണ് ഇസ്ലാമിൻ്റെ ഇസ്സത്ത് അന്ന് കാത്തു സംരക്ഷിച്ചത്. അതിനെ സംബന്ധിച്ച് വിശുദ്ധമായ ഖുർആൻ പറയുന്ന ഒരു അധ്യായമുണ്ട്, ഒരു പാഠമുണ്ട്. വമൻ നസ്റു ഇല്ലാ മിൻ ഇൻദില്ലാ, അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നാണ് വിജയം വരുന്നത്. ഇന്നല്ലാഹ അസീസുൻ ഹക്കീം, അള്ളാഹു സുബ്ഹാനഹു തആല പ്രതാപം നിലനിർത്തുന്നവനാണ്, അള്ളാഹു യുക്തിജ്ഞാനിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ബദർ യുദ്ധത്തിനെ സംബന്ധിച്ച് അള്ളാഹുവിൻ്റെ സഹായം ഇറങ്ങിയതിനെ സംബന്ധിച്ച് വിശുദ്ധമായിട്ടുള്ള ഖുർആൻ പരിചയപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്. സൂറത്തുൽ അംഫാലിൽ പറയുന്നുണ്ട്, ഇത് തസ്തഈസൂന റബ്ബക്കും വസ്തജാബ ലക്കും അന്നീ മുബിദ്ദുക്കും ബി അൽഫിൻ മിനൽ മലായിക മുർദിഫീൻ. നബിയെ, നിങ്ങളെല്ലാവരും കൂടി നിങ്ങളുടെ റബ്ബിനോട് സഹായം ചോദിച്ച ഒരു സന്ദർഭത്തെ ഓർത്തു നോക്കൂ നബിയെ. വസ്തജാബ ലക്കും, ആ റബ്ബ് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകിയില്ലയോ? എന്താ പറഞ്ഞത്? അന്നീ മുബിദ്ദുക്കും, നിശ്ചയമായിട്ടും ഞാൻ നിങ്ങളെ സഹായിക്കും, ബി അൽഫിൻ മിനൽ മലായിക മുർദിഫീൻ, പറഞ്ഞ ആയിരക്കണക്കിന് മലക്കുകളെ അവതരിപ്പിച്ചുകൊണ്ട് നിങ്ങളിലേക്ക് ഇറക്കിക്കൊണ്ട് ഞാൻ സഹായിക്കുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അതിനുശേഷം പറയുന്നുണ്ട്, വമാ ജഅലഹുല്ലാഹു ഇല്ലാ ബുശ്റാ വലിതത്മഇന്ന ബിഹി ഖുലൂബുക്കും. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ സഹായം കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് സന്തോഷവും മനസ്സിന് സമാധാനവും നൽകിയിട്ടില്ലേ? നമുക്കറിയാം, ബദർ യുദ്ധത്തിൻ്റെ വിശാലമായിട്ടുള്ള ഒരു പഠനമാണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബദർ യുദ്ധം ഏകദേശം 313ഓളം പേര് മാത്രമായിരുന്നു മുസ്ലിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഖുറൈശികൾ ആയിരക്കണക്കിന് ആളുകൾ ആയുധധാരികളായിട്ടായിരുന്നു. ഈ വലിയ വ്യത്യാസം കണ്ട സമയത്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചതും അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടേക്ക് മലക്കുകളെ നിയോഗിക്കുകയും ആ മലക്കുകളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയും ചെയ്യുന്നുണ്ട്. അല്ലാഹു പറയുന്നുണ്ട്, ഇത് യൂഹി റബ്ബുക ഇലൽ മലായിക അന്നീ മഅകും ഫസബ്ബിതുല്ലദീന ആമനൂ സഉൽഖി ഫീ ഖുലൂബില്ലദീന കഫറു റുഅബ്. മലക്കുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സന്ദേശം കൊടുത്തിരുന്നു, വിശ്വാസികളെ നിങ്ങൾ സ്ഥിരപ്പെടുത്തണം, വിശ്വാസികൾക്ക് നിങ്ങൾ ഉറപ്പ് കൊടുക്കണം, വിശ്വാസികളുടെ കൂടെ നിന്നുകൊണ്ട് കരുത്തു കൊടുക്കണം. കാഫിരീങ്ങളുടെ ഹൃദയത്തിൽ അല്ലാഹു എന്നിട്ട് ഭയം കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ വിശുദ്ധമായിട്ടുള്ള ഖുർആനിൽ തന്നെ ഇബ്നു കസീർ പറയുന്നുണ്ട്, മലക്കുകൾ ആ യുദ്ധത്തിൽ നേരിട്ട് പങ്കെടുത്തിട്ടുണ്ട്.
മലക്കുകൾ പങ്കെടുത്തുകൊണ്ട് ബദരീങ്ങളുടെ കൂട്ടത്തിൽ മലക്കുകളെയും എണ്ണപ്പെടുന്ന ഒരു മഹത്തായിട്ടുള്ള ദിനമായിരുന്നു. അള്ളാഹിൻ്റെ പ്രത്യേക സഹായമൊക്കെ നൽകപ്പെട്ട ദിനമായിരുന്നു. ഇൻഷാ അള്ളാഹ് അതിനെ സംബന്ധിച്ച് കുറഞ്ഞ ചോദ്യങ്ങളും അതിനുള്ള മറുപടികളുമായിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അള്ളാഹു സ്വീകരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ബദർ യുദ്ധത്തിന് മുമ്പ് മുസ്ലിങ്ങളുടെ അവസ്ഥ അത് വളരെ ദുഷ്കരമായിരുന്നു. ചരിത്രം പരിശോധിച്ചാൽ ആ കാലഘട്ടത്തെ വളരെ പീഡിപ്പിക്കപ്പെട്ട ഒരു കാലഘട്ടമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നുബുവത്ത് കിട്ടി. ആ നുബുവത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രബോധനം ആരംഭിച്ചത് മുതൽക്ക് തന്നെ ഖുറൈശി നേതാക്കളിൽ നിന്നും കഠിനമായ പീഡനങ്ങൾ, യാതനകൾ, വെല്ലുവിളികൾ നബി തങ്ങൾ നേരിട്ടിരുന്നു. മുസ്ലിങ്ങളെ കാണുമ്പോൾ മുസ്ലിങ്ങളെ ബഹിഷ്കരിച്ചുകൊണ്ട് മുസ്ലിങ്ങളെ അടിക്കുന്ന സാഹചര്യം, മുസ്ലിങ്ങളെ തടവിലാക്കുന്ന സാഹചര്യം, മുസ്ലിങ്ങളുമായിട്ടുള്ള വ്യാപാരങ്ങൾ തടഞ്ഞുകൊണ്ട് മുസ്ലിങ്ങളെ പട്ടിണിക്കിടണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള ധാരാളം ദുശഗുണം നിറഞ്ഞിട്ടുള്ള, പ്രയാസം നിറഞ്ഞിട്ടുള്ള സാഹചര്യം, സാമൂഹികമായ ബഹിഷ്കരണങ്ങൾ നടന്നിട്ടുള്ള സാഹചര്യം, പലരെയും കൊന്നുകൊണ്ട് കൊല വിളിച്ചിട്ടുള്ള സാഹചര്യം, ഈ പീഡനങ്ങളൊക്കെ സഹിക്കപ്പെട്ട ആളുകളിൽപ്പെട്ട, ഷഹീദായ ആളുകളിൽപ്പെട്ട ഇസ്ലാമിലെ ആദ്യത്തെ ഷഹീദായിരുന്നു സുമയ്യ റളിയല്ലാഹു തആല അൻഹ. സുമയ്യ ബീവിയുടെ ചരിത്രമൊക്കെ നമുക്കറിയാലോ. യാസിർ തങ്ങളുടെ ചരിത്രം നമുക്കറിയാം. മുസ്ലിങ്ങൾ വളരെ ദുർബലരായ അവസ്ഥയിൽ പ്രയാസങ്ങൾ സഹിക്കാൻ മാത്രം നിയോഗിക്കപ്പെട്ടവരെ പോലെ പ്രയാസങ്ങൾ ശത്രുക്കൾ അഴിച്ചുവിട്ട സമയത്ത് അതിൻ്റെ ഇരകളായി മാറിയവരായിരുന്നു സുമയ്യ ബീവിയും യാസിർ തങ്ങളും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ മദത് നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ഖുറൈശി ഗോത്രം മുസ്ലിങ്ങളെയും ബനു ഹാഷിം കുടുംബത്തെയും ഏകദേശം 3 വർഷത്തോളം ഈ ബദർ യുദ്ധത്തിന് മുമ്പ് ബഹിഷ്കരിച്ചിട്ടുണ്ട്. സാമ്പത്തികമായും സാമൂഹികമായും ബഹിഷ്കരിച്ചിട്ടുണ്ട്. അവർക്ക് വേണ്ട കുടിവെള്ളം മുടക്കി, അവർക്ക് കൊടുക്കേണ്ട അന്നം മുടക്കി. ഇങ്ങനെ അവർ ഷിഅബ് അബി ത്വാലിബ് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ട് ഈ മുസ്ലിങ്ങളായ പാവപ്പെട്ടവരെ മക്കയിലെ ഖുറൈശി പ്രമുഖരായിട്ടുള്ള കാഫിര്യങ്ങളായിട്ടുള്ള ആളുകൾ ബഹിഷ്കരിച്ചു. ഭക്ഷണം വളരെ കുറവായിരുന്നു. കുട്ടികൾ വിശന്നുകൊണ്ട് കരയുന്ന സാഹചര്യം. ഒരു കച്ചവടം നടത്തിയിട്ട് ആ കച്ചവടത്തിൽ നിന്ന് വല്ലതും അന്നം കഴിക്കാൻ വേണ്ടി എടുത്തു വെക്കാനോ ശേഖരിക്കാനോ സമ്മതിക്കാതെ പട്ടിണി കിടന്നുകൊണ്ട് ചത്തുപോവട്ടെ എന്നും മക്കയിലെ മുശ്രിക്കീങ്ങൾ പ്രധാനമായും ലക്ഷ്യം വെച്ചുകൊണ്ട്, ഉന്നം വെച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള വലിയ നിരോധന കാലയളവ്, ഇതൊക്കെ അനുഭവിച്ച ഒരു സാഹചര്യം ബദർ യുദ്ധത്തിന് മുമ്പുണ്ടായിരുന്നു. പ്രധാനപ്പെട്ടിട്ടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശാന്തിയും സമാധാനവും, നബി തങ്ങളെ ചേർത്ത് പിടിച്ചതും, നബി തങ്ങൾക്ക് വേണ്ട എല്ലാവിധ പരിഗണനയും സാമ്പത്തികമാവട്ടെ മാനസികമാകട്ടെ എല്ലാവിധ ശുശ്രൂഷയും നൽകിയിട്ടുള്ള മഹദിയായ ഖദീജ റളിയല്ലാഹു തആല അൻഹയും, അതേപോലെ തന്നെ നബി തങ്ങളുടെ ആ പിതൃവ്യൻ്റെ മരണവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വളരെ പ്രയാസമായി. അന്ന് ആമുൽ ഹുസ്ൻ എന്ന ഒരു ദിനമൊക്കെ ആചരിച്ചിരുന്നു. ഇസ്ലാമിക ചരിത്രത്തിൽ അങ്ങനെ ഒരു ദിനമുണ്ട്. ദുഃഖവർഷം എന്ന പേരിൽ ഈ 2 മഹത്തായ ആളുകളുടെയും വേർപിരിവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒറ്റപ്പെടൽ സമ്മാനിച്ചു. ഇതിനുശേഷം ഖുറൈശികൾ വളരെ ആർജവത്തോടു കൂടിയിട്ട് മുസ്ലിങ്ങൾക്കെതിരെ പീഡനം അയച്ചുവിട്ടു. അതിനുശേഷമാണ്, ഈ സാഹചര്യത്തിലാണ് മുസ്ലിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിജ്റ അനുവദിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബാക്കളും മക്കയിൽ നിന്നും മദീനയിലേക്ക് കുടിയേറി. പക്ഷേ ഇവിടെ വിഷയം വന്നത്, മക്കയിൽ നിന്നും മദീനയിലേക്ക് കുടിയേറിയപ്പോൾ ഒരു പക്ഷേ സമാധാനം ഇവർക്ക് കൈവന്നു. മുസ്ലിങ്ങൾക്ക് കുറച്ചൊക്കെ മനസ്സിന് കുളിർമ, മനസ്സിന് ഒറ്റപ്പെടലിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും ഒരു അകൽച്ച ലഭിച്ചു എന്നുണ്ടെങ്കിൽ പോലും പുതിയ പ്രശ്നങ്ങൾ ആ സമയത്ത് വന്നു എന്നാണ് ചരിത്രം പറയുന്നത്. മുസ്ലിങ്ങൾ അവരുടെ സമ്പത്ത് മുഴുവനും മക്കയിൽ വിട്ട് കൊണ്ടാണ് പോയത്. മക്കയിലാണ് മുസ്ലിങ്ങളുടെ സമ്പത്ത് മുഴുവനും. അതായത് മദീനയിലേക്ക് പോയ ആളുകളൊക്കെ ഫക്കീറന്മാരായി തീർന്നു എന്ന് വേണമെങ്കിൽ ചരിത്രത്തിൻ്റെ വസ്തുതയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അവരുടെ സമ്പത്തൊക്കെ മക്കയിലായിരുന്നു. മാത്രമല്ല പലരുടെയും വീടുകളും ഭൂമിയും ഖുറൈശികൾ പിടിച്ചുവെച്ചു. അവർ സാമ്പത്തികമായിട്ട് വളരെ ദുർബലത്തിലാവുകയും ചെയ്തു. ഇവരുടെ സമ്പത്ത് ഖുറൈശികൾ വളരെ ലുൽമ രൂപത്തിൽ, അക്രമ രൂപത്തിൽ ദുരുപയോഗം ചെയ്യുകയും അത് നശിപ്പിക്കുകയും അത് സ്വന്തം പേരിലാക്കുകയും അതിനെ കച്ചവട വസ്തുവായിട്ട് ഉപയോഗിക്കുവാനും തുടങ്ങി എന്നാണ് പറയുന്നത്. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, ഖുറൈശികളുടെ ഭീഷണി ഇതുകൊണ്ടൊന്നും തീർന്നിട്ടില്ലായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും ഇസ്ലാമിനെയും പൂർണ്ണമായിട്ടും ശിഥിലമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ട് മക്കയിൽ നിന്നും മദീനയിലേക്ക് ഹിജ്റ പോയിട്ട് പോലും ഖുറൈശികൾ മുസ്ലിങ്ങളെ വിടാൻ തയ്യാറായില്ല. മദീനയെ ആക്രമിക്കാനുള്ള പദ്ധതികളൊക്കെ അവിടുത്തെ ഖുറൈശി സമുദായക്കാരെടുത്തു. കച്ചവടത്തിൻ്റെ ചരക്കുകളുമായിട്ട് മുസ്ലിങ്ങൾക്കെതിരെ പടപൊരുതാനും മുസ്ലിങ്ങളുടെ സമ്പത്തുകൾ വിറ്റുകൊണ്ടോ മുസ്ലിങ്ങൾക്കെതിരെ അതൊരു ഉന്നമായിട്ട് കാണുവാനുമൊക്കെ ഒരു വലിയൊരു കാരവാനുമായിട്ട് അബൂ സുഫിയാൻ ഇബ്നു ഹർബ് എന്ന് പറയുന്ന ആൾ
മുസ്ലിങ്ങളുടെ സമ്പത്തെടുത്തുകൊണ്ട് കച്ചവടത്തിന് പോയി. മുസ്ലിങ്ങളുടെ സമ്പത്തായിരുന്നു അത്. അബൂ സുഫിയാൻ മുസ്ലിങ്ങളുടെ സമ്പത്ത്, ആ മുസ്ലിങ്ങൾ മക്കയിലെ മുസ്ലിങ്ങളായ ആളുകളുടെ സ്വത്തും സമ്പത്തുമൊക്കെ എടുത്തുകൊണ്ട്, ആ സമ്പത്തെടുത്തുകൊണ്ട് അവർക്ക് മുസ്ലിങ്ങളുടെ സമ്പത്തിനെ ദുരുപയോഗം ചെയ്തുകൊണ്ട് സ്വായത്തമാക്കിക്കൊണ്ട് കച്ചവടം ചെയ്യാൻ വേണ്ടി പോയി. ഈ വ്യാപാര സമ്പത്തുകളൊക്കെ ഒരു കാരവാനായിക്കൊണ്ട് സിറിയയിലേക്ക് കൊണ്ടുപോയത് അബൂ സുഫിയാൻ ഇബ്നു ഹർബ് എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു. ഇതാണ് പിന്നീട് ബദർ യുദ്ധത്തിനൊരു പ്രധാനമായ കാരണമായിട്ട് മാറിയത്. അബൂ സുഫിയാന് ഈ വലിയ ഒരു വ്യാപാരമായിട്ടുള്ള വ്യാപാര വ്യൂഹത്തെ കൊണ്ട് സിറിയയിലേക്ക് പുറപ്പെട്ടു. ഏകദേശം 1000കണക്കിന് ഒട്ടകങ്ങളുണ്ടായിരുന്നു. ഒരു വലിയ സമ്പത്തിൻ്റെ ഒരു വ്യൂഹം തന്നെ അതിലുണ്ടായിരുന്നു. ഇത് തടയാൻ വേണ്ടിയിട്ടാണ് മുസ്ലിങ്ങൾ പുറപ്പെട്ടത്. ഈ പുറപ്പെട്ടപ്പോൾ അദ്ദേഹം ഈ വിവരം ഖുറൈശികളെ അറിയിച്ചു. ഖുറൈശികൾ പിന്നീട് 1000 സൈന്യവുമായിട്ട് മുസ്ലിങ്ങളെ തടയാൻ വേണ്ടിയിട്ട് പുറപ്പെട്ടു. ഇതാണ് ബദർ യുദ്ധത്തിൻ്റെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു കാരണമായിട്ട് പറയുന്നത്. ബദർ എന്ന പേര് ഈ ഒരു ബദർ യുദ്ധത്തിന് വരാനുള്ള കാരണങ്ങൾ 2 എണ്ണമാണ്. ഒന്നാമത്തത്, പണ്ഡിതന്മാർ ചരിത്രകാരന്മാർ പറയുന്നത് ബദർ എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ പേരാണ് എന്നാണ്. ആ പ്രദേശത്ത് ബദർ ഇബ്നു യഖ്ലദ് എന്ന് പറയുന്ന ഒരാൾ മുമ്പ് താമസിച്ചിരുന്നു അത്രേ. അയാളുടെ പേരിലേക്ക് ചേർത്തുകൊണ്ടാണ് ആ സ്ഥലം ബദറിൽ അറിയപ്പെടാൻ തുടങ്ങിയത് എന്നാണ് പണ്ഡിതന്മാർ പറയുന്ന. ഇബ്നു ഹിഷാമിനെ പോലുള്ള ആളുകളൊക്കെ പറയുന്ന ഒന്നാമത്തെ അഭിപ്രായം. രണ്ടാമത്തത്, അവിടെ വെള്ളക്കിണറുകൾ കാരണം പ്രശസ്തമായ ഒരു സ്ഥലമായതുകൊണ്ടാണ്. അഭിപ്രായം പറയുന്നത് ആ പ്രദേശത്ത് ഒരു പ്രധാനപ്പെട്ട ഒരു വെള്ളക്കിണറുണ്ടായിരുന്നു. വെള്ളം കവിഞ്ഞൊഴുകുന്ന വെള്ളം നിറഞ്ഞ ഒരു കിണറുണ്ടായിരുന്നു. അറബ് ഗോത്രക്കാരൊക്കെ അവരുടെ വ്യാപാര യാത്രകളിലേക്ക് അവിടെ എത്തിയിട്ട് വെള്ളം എടുക്കുമായിരുന്നു. അതുകൊണ്ടാണ് അവിടെ ബദർ എന്ന പേര് വന്നത് എന്ന് ചരിത്രകാരന്മാരൊക്കെ പറയുന്നുണ്ട്. ഈ ബദർ എന്ന് പറയുന്ന സ്ഥലം സൗദി അറേബ്യയിലാണ് നിലകൊള്ളുന്നത്. അതിൻ്റെ സ്ഥാനമെന്ന് പറയുന്നത് മദീന നഗരത്തിൽ നിന്നും ഏകദേശം 130 കിലോമീറ്റർ അകലെ മക്കയിലേക്ക് പോകുന്ന വഴിയിലാണ് ഈ ബദർ എന്ന് പറയുന്ന സ്ഥലം ഉള്ളത്. ഈ മക്കയിലേക്ക് പോകുന്ന വഴിയിൽ ഒരു പഴയ ഒരു വ്യാപാര വഴിയിലായിരുന്നു ഈ ബദർ യുദ്ധത്തിൻ്റെ രണഭൂമിയായ ബദർ എന്ന സ്ഥലം നിലനിൽക്കുന്നത്. അതുകൊണ്ടാണ് ഖുറൈശിൻ്റെ വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള ഈ നേരത്തെ പറഞ്ഞ അബൂ സുഫിയാൻ കൊണ്ടുപോയ ഈ കാരവാൻ അതിൽ കൂടെ പോയത് എന്ന് നമുക്കറിയാം. അവിടെ വെള്ളശേഖരമുണ്ട്. മാത്രമല്ല അവിടെ ടെൻ്റ് അടിച്ചുകൊണ്ട് ഈ പറയപ്പെടുന്ന കച്ചവടക്കാരൊക്കെ താമസിക്കാറുണ്ടായിരുന്നു എന്നാണ്. ആ സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അത് തായ്വാരമാണ്. അവിടെ ധാരാളം വെള്ളം കിട്ടുന്ന സ്ഥലങ്ങളുണ്ട്. മുസ്ലിങ്ങളാണ് ആ ബദർ എന്ന സ്ഥലത്തേക്ക് ആദ്യമായി എത്തിയിട്ട് ആ കിണറുകൾ, അവിടെയുള്ള വെള്ളക്കിണറുകളൊക്കെ സ്വന്തം നിയന്ത്രണത്തിലാക്കി. ഇത് യുദ്ധത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു തന്ത്രമായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഈ ഒരു അഭിപ്രായം ബദറിലെത്തിയിട്ട് അവിടുത്തെ വെള്ളത്തിൻ്റെ ജലാശയങ്ങളും കിണറുകളും ആദ്യം നമ്മുടെ കൈവശമാക്കണമെന്ന് പറയുന്ന നിർദ്ദേശം നൽകിയ സ്വഹാബി ഇബ്നു അൽ മുൻദിർ റളിയല്ലാഹു തആല അൻഹു ആയിരുന്നു. അദ്ദേഹമാണ് ഈ നിർദ്ദേശം വെച്ചതും റസൂലുള്ളാഹി ഈ നിർദ്ദേശത്തെ അംഗീകരിച്ചതും. ആ നിർദ്ദേശം കാരണം യുദ്ധത്തിൻ്റെ പാതിഭാഗം അപ്പോൾ തന്നെ ആ സമയത്ത് തന്നെ വിജയിച്ചു എന്ന് പറയുന്ന രൂപത്തിലേക്ക് ആയതും ഇതൊക്കെ മൂലം തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, ബദറിൽ നടന്നത് ഒരു യുദ്ധമായിരുന്നോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത്തരത്തിലൊരു യുദ്ധത്തെ ആഗ്രഹിച്ചിരുന്നോ എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഞാനിപ്പോൾ നിങ്ങളോട് പങ്കുവെക്കുന്നത്. ബദറിൻ്റെ ആദ്യ ലക്ഷ്യം ഒരു യുദ്ധമായിരുന്നില്ല എന്ന് ഞാൻ മുമ്പ് സൂചിപ്പിച്ചു. കാരണം മദീനയിലേക്ക് ഹിജറ പോയപ്പോൾ മുസ്ലിങ്ങൾക്ക് വലിയ സാമ്പത്തിക നഷ്ടം സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അവരുടെ വീടും സമ്പത്തൊക്കെ ഖുറൈശികൾ പിടിച്ചെടുത്തു. നേരത്തെ പറഞ്ഞല്ലോ, ആ സമ്പത്ത് ഉപയോഗിച്ചാണ് ഖുറൈശികൾ വലിയൊരു വ്യാപാരം നടത്താൻ ഉദ്ദേശിച്ചത്. അങ്ങനെ ഒരു വ്യാപാര വ്യൂഹവുമായിട്ട് അബൂ സുഫിയാൻ കച്ചവടം ചെയ്യാൻ വേണ്ടി സിറിയയിലേക്ക് പോയല്ലോ. ഇതൊക്കെ കാരണത്താൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 2-3 ലക്ഷ്യങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ടായിരുന്നു ഈ പറയപ്പെടുന്ന ഈ വ്യാപാര കരാറുമായിട്ട് പോകുന്ന വ്യൂഹമായിട്ട് പോകുന്ന അബൂ സുഫിയാനെ ഒന്നാമതായിട്ട് ഈ കരാറിനെ തടയണം, ഈ വ്യാപാര വ്യൂഹത്തെ തടയണം എന്നുള്ള ലക്ഷ്യത്താലായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അണികളും അങ്ങോട്ട് പോയത്. രണ്ടാമത്തത്, നഷ്ടപ്പെട്ട സമ്പത്തിനോട് പ്രതികരിക്കണം, ആ സമ്പത്ത് തിരിച്ചെടുക്കാൻ, ആ സമ്പത്ത് തിരിച്ചു കിട്ടാനുള്ള ഒരു പ്രതിഷേധം വേണം എന്ന് കരുതിയിട്ടായിരുന്നു. ഈ ഒരു വലിയൊരു യുദ്ധം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ പ്രതീക്ഷിച്ചിരുന്നില്ല. ഏകദേശം 313ഓളം സ്വഹാബാക്കളുമായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുറപ്പെട്ടത്. ഈ സ്വഹാബാക്കളുടെ ആ പുറപ്പെടുന്ന സമയത്തുള്ള അവസ്ഥ എന്ന് പറയുന്നത് വെറും 2 കുതിരകൾ മാത്രമായിരുന്നു. ഒട്ടകങ്ങൾ ഏകദേശം 70ഓളം വരുന്ന ഒട്ടകങ്ങൾ മാത്രമായിരുന്നു. പലർക്കും ആയുധങ്ങൾ പോലുമില്ലായിരുന്നു. എന്ന് വെച്ചാൽ ഇവരൊരു യുദ്ധം മുൻകണ്ടുകൊണ്ടല്ല പോയത് എന്നർത്ഥം. നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. പിന്നീട് അബൂ സുഫിയാൻ ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബാക്കളും വരുന്നതറിഞ്ഞ സമയത്ത് തന്നെ മക്കയിലേക്ക് തൻ്റെ കൂട്ടത്തിൽ നിന്നുള്ള ഒരു ദൂതനെ അയച്ചുകൊണ്ട് ഖുറൈശികളെ സഹായത്തിന് വിളിച്ചു.
അതിനെ തുടർന്നാണ് ഖുറൈശികൾ ഏകദേശം 1000കണക്കിന് സൈന്യവുമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരെ പുറപ്പെടുന്നതും ആ പുറപ്പെടൽ മൂലമാണ് ഇതൊരു വലിയ യുദ്ധമായിട്ട് മാറിയത് എന്ന് ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അങ്ങനെ ഒരു യുദ്ധത്തിൻ്റെ പദ്ധതിയോടുകൂടി മുശ്രിക്കുകൾ വരുന്നുണ്ടെന്നറിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂബക്കർ തങ്ങളെയും ഉമർ തങ്ങളെയും വിളിച്ചുകൊണ്ട് അഭിപ്രായം ചോദിക്കുന്നുണ്ട്. അവർ യുദ്ധത്തിന് പരിപൂർണമായ പിന്തുണ നൽകി. അതിനുശേഷം സഅദ് ഇബ്നു മുആദ് എന്ന് പറയുന്ന അൻസാരികളുടെ നേതാവ് പറഞ്ഞു, നബിയെ, അങ്ങ് സമുദ്രത്തിലേക്ക് ചാടാൻ പറഞ്ഞാലും ഞങ്ങൾ നിങ്ങൾക്കൊപ്പം ചാടുമെന്ന് പറഞ്ഞുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പരിപൂർണമായ പിന്തുണ അൻസാരികളും നൽകി. വിശുദ്ധമായ ഖുർആൻ ഇതിനെയൊക്കെ സൂചിപ്പിച്ചുകൊണ്ട് അവർ വളരെ പ്രയാസപ്പെട്ടുകൊണ്ടുള്ള ഒരു സംഘമായിരുന്നു, പക്ഷേ അവർക്ക് നാം സഹായം നൽകി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആയത്ത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ നബി തങ്ങൾ ഒരു യുദ്ധം ആഗ്രഹിച്ചിട്ടല്ല പോയത്. ഖുറൈശികൾ ആ സിറിയയിലേക്ക് മുസ്ലിങ്ങളുടെ സമ്പത്തിനെ അപഹരിച്ചെടുത്തുകൊണ്ട് കച്ചവടത്തിന് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി പോയപ്പോൾ അതിനെ തടയാൻ വേണ്ടിയിട്ടായിരുന്നു ആദ്യമായിട്ട് മുസ്ലിങ്ങൾ ഈ ബദറിലേക്ക് പുറപ്പെടാനുള്ള കാരണം. അങ്ങനെ ഒരു യുദ്ധത്തിൻ്റെ കാഹളം ഉയർന്നു, കാഹളം മുഴങ്ങി എന്ന് കേട്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൈന്യത്തെ പല വിഭാഗങ്ങളാക്കി തിരിച്ചു. ചില സ്വഹാബാക്കളെ അവരുടെ നേതാക്കളായിട്ടും നബി തങ്ങൾ നിയോഗിച്ചു. പ്രധാനപ്പെട്ട മഹാനേതാവായിരുന്നു ഷഫീഉന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുഴുവൻ സൈന്യത്തെയും നിയന്ത്രിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിരുന്നു. മാത്രമല്ല ഓരോ വിഭാഗത്തിലെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓരോ നേതാക്കൾക്ക് കീഴിലാക്കുകയും അവർക്ക് പ്രത്യേക പതാക കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. മുസ്ലിങ്ങളിൽ വെച്ചിട്ട് പ്രധാനപ്പെട്ട പതാക വഹിച്ച ആളുകളുടെ പേരുകൾ കുറച്ച് നമുക്ക് വായിക്കാം. ബഹുമാനപ്പെട്ട മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹം ഇസ്ലാമിലെ ആദ്യകാല യുവ നേതാക്കളിൽപ്പെട്ട ഒരാളായിരുന്നു. അതുപോലെ തന്നെ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു, ബദറിൽ ആദ്യത്തെ ദ്വന്ദ്വയുദ്ധത്തിൽ പങ്കെടുത്ത വലിയ ധീരനായ നമ്മുടെ ബഹുമാനപ്പെട്ട ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മരുമകനും കൂടിയായ വലിയ സ്വഹാബിയാണ്. അതുപോലെ തന്നെ വലിയ ധീരത കാണിക്കുകയും നിരവധി ശത്രുക്കളെ പരാജയപ്പെടുത്തുകയും ചെയ്തവരാണ് അലിയോർ തങ്ങൾ. അതേപോലെ തന്നെ മൂന്നാമത്തെ ഒരു ലീഡറായിട്ട് പറയുന്നത് ഹംസ റളിയല്ലാഹു തആല അൻഹുവാണ്. ഹംസ തങ്ങളായിരുന്നു മുസ്ലിങ്ങളുടെ പ്രധാനപ്പെട്ട മറ്റൊരു ലീഡർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നാലാമത്തെ വ്യക്തിത്വമാണ് ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത സുഹൃത്തും കൂടിയാണ്. യുദ്ധത്തിന് നബി തങ്ങളുടെ കൂടെ തന്നെ നിന്ന ഒരു വലിയ വിജയത്തിന് പങ്കുവഹിച്ച ആളാണ്. ബഹുമാനപ്പെട്ട ഹംസ തങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതൃവ്യനാണ്. ബദർ യുദ്ധത്തിൻ്റെ വിജയത്തിൽ ശക്തമായ പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് വിജയത്തിൻ്റെ ഭാഗമാക്കിയ ശക്തമായ പങ്കുവഹിച്ച ഒരു വലിയ യോദ്ധാവായിരുന്നു ബഹുമാനപ്പെട്ട ഹംസ റളിയല്ലാഹു തആല അൻഹു. അതുപോലെ തന്നെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, ബദറിൽ ഉമർ തങ്ങളുടെ ധീരത മൂലം ശത്രുക്കൾ ഭയന്നുവെന്നാണ്. അതുപോലെ തന്നെ സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു തആല അൻഹു, നബി തങ്ങളുടെ ബന്ധുവാണ്, നബി തങ്ങളുടെ മികച്ച ശിഷ്യനും കൂടിയാണ്. അതുപോലെ തന്നെ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു, ഇസ്ലാമിലെ ആദ്യ അമ്പെയ്ത്തുകാരിൽ ഒരാളായിരുന്നു സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു. അതുപോലെ തന്നെ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹു, നേരത്തെ സൂചിപ്പിച്ചല്ലോ, അൻസാരികളുടെ നേതാവാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശക്തമായ പിന്തുണ കൊടുത്തു. അതുപോലെ തന്നെ മിഖ്ദാദ് ഇബ്നു അംർ റളിയല്ലാഹു തആല അൻഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പിന്തുണ പറഞ്ഞ പ്രസിദ്ധനായിട്ടുള്ള ഒരു സ്വഹാബി കൂടിയാണ്. അദ്ദേഹം പറയുന്നുണ്ട്, നാം ബനു ഇസ്രായേലിനെ പോലെ പറയൂല റസൂലേ, അള്ളാഹുവിൻ്റെ സഹായത്തോടു കൂടിയിട്ട് ശത്രുക്കളോട് പോരാടുക, ഞങ്ങൾ അങ്ങയുടെ കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് വലിയ സപ്പോർട്ട് കൊടുത്ത ആളായിരുന്നു. ഇനി നമ്മുടെ യുദ്ധത്തിൻ്റെ മറ്റൊരു ഭാഗമാണ് ദ്വന്ദ്വയുദ്ധം. യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് 1-2 പേർ പരസ്പരം പോരടിക്കുകയും കഴിവ് തെളിയിക്കുകയും ചെയ്യുന്ന ദ്വന്ദ്വയുദ്ധം നടന്നിട്ടുണ്ടായിരുന്നു. ദ്വന്ദ്വയുദ്ധം തുടങ്ങുമ്പോൾ 3 ദ്വന്ദ്വയുദ്ധങ്ങളാണ് കൃത്യമായിട്ട് ബദർ യുദ്ധത്തിൽ നടന്നിട്ടുണ്ടായിരുന്നത്. മുസ്ലിങ്ങളിൽ നിന്ന് 3 പേരാണ് അപ്പോൾ അതിൽ പങ്കെടുത്തിട്ടുള്ളത്. ഒന്നാമത് ഹംസ റളിയല്ലാഹു തആല അൻഹു ആയിരുന്നു. രണ്ടാമത്തത് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു ആയിരുന്നു. മൂന്നാമത്തത് ഉബൈദത്ത് ഇബ്നു അൽ ഹാരിസ് റളിയല്ലാഹു തആല അൻഹു ആയിരുന്നു. അങ്ങനെ ദ്വന്ദ്വയുദ്ധത്തിൻ്റെ ഘടന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൈന്യത്തെ ക്രമീകരിച്ചത്, പതാക കൈവശം കൊടുത്തത് മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ കയ്യിലായിരുന്നു. വലത് ഭാഗത്ത് ചില മുഹാജിരി സ്വഹാബാക്കൾ ഉണ്ടായിരുന്നു, ഇടതുഭാഗത്ത് അൻസാരികളായ സ്വഹാബികളുണ്ടായിരുന്നു. അങ്ങനെ ദ്വന്ദ്വയുദ്ധം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടത്തുകയും അതിൽ മുസ്ലിങ്ങൾക്ക് വിജയിക്കാൻ കഴിയുകയും ചെയ്തു. ഈ ദ്വന്ദ്വയുദ്ധം എന്ന് പറയുന്നത് മക്കയിലെ അറബികളുടെയും മറ്റും പതിവ് തന്നെയായിരുന്നു. അപ്പോൾ യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് അറബികൾക്കുണ്ടായ ഒരു പതിവാണ് ദ്വന്ദ്വയുദ്ധം നടത്തുക എന്ന് പറഞ്ഞാൽ. ഇരുവിഭാഗത്തിൽ നിന്നും പ്രധാനപ്പെട്ട യോദ്ധാക്കൾ മുന്നോട്ട് വന്നുകൊണ്ട് ഏറ്റുമുട്ടുന്ന ഒരു ശൈലിയാണ് ഇതിലുണ്ടായിരുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഖുറൈശി
സൈന്യത്തിൽ നിന്നും 3 പ്രധാനപ്പെട്ട ആളുകളാണ് മുന്നോട്ട് വന്നത്. അവർ വെല്ലുവിളിച്ചു. അവർ പറഞ്ഞു, നിങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് തുല്യമായ യോദ്ധാക്കൾ മുന്നോട്ട് വന്നാൽ മതി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ സമയത്താണ് ആദ്യമായിട്ട് മദീനയിലെ അൻസാർ സ്വഹാബാക്കളൊക്കെ മുന്നോട്ട് വന്നു. അപ്പോൾ ഖുറൈശികൾ കളിയാക്കിക്കൊണ്ട് പറയുന്നുണ്ട്, ഞങ്ങളുടെ സ്വന്തം ഗോത്രക്കാരായ ഖുറൈശിൽ നിന്നുള്ളവർ തന്നെ വേണം, അതേപോലെ അൻസാരിങ്ങളായ ആളുകൾ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് കളിയാക്കുന്നുണ്ട്. ആ സമയത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മേൽ പറയപ്പെട്ട 3 മുഹാജിരീങ്ങളായ ആളുകളെ അയക്കുന്നത്. പിതൃപക്ഷത്തിൽ നിന്നും 3 ആൾക്കാർ മുന്നോട്ട് വന്നു. ഉത്ബ, ഷൈബ, വലീദ് എന്ന് പറയുന്ന 3 ആളുകൾ മുന്നോട്ട് വന്നു. ഇവർ ഖുറൈശി സൈന്യത്തിൻ്റെ ധീരന്മാരായിട്ടുള്ള പ്രമുഖ നേതാക്കളായിരുന്നു. അങ്ങനെ യുദ്ധത്തിൻ്റെ ഒരു ഫലം എന്തെന്ന് വെച്ചാൽ ഹംസ റളിയല്ലാഹു തആല അൻഹു വളരെ ശക്തമായ രൂപത്തിൽ പോരാടി ഷൈബയെ ഉടനടി കൊന്നു. മുസ്ലിങ്ങൾക്ക് ആദ്യ വിജയം കിട്ടി. അലിയോർ തങ്ങൾ അതിവേഗം വാളുകൊണ്ട് ആക്രമണം നടത്തി. വലീദ് ഉടനെ കൊല്ലപ്പെട്ടു. മുസ്ലിങ്ങൾക്ക് രണ്ടാമത്തെ വിജയം കിട്ടി. മൂന്നാമത്തേതായിട്ട് ഉബൈദ തങ്ങളും അതേപോലെ തന്നെ ഉത്തുബ എന്നവരും ശക്തമായ രൂപത്തിൽ പോരാടി. ഇരുവർക്കും ഗുരുതരമായ പരിക്കേറ്റു. പിന്നീട് ഉത്തുബയെ കൊന്നത് ഹംസ റളിയല്ലാഹു തആല അൻഹുവും അലിയോർ തങ്ങളും കൂടി ചേർന്നുകൊണ്ടായിരുന്നു. ബദർ യുദ്ധം ഒരു അത്ഭുത യുദ്ധമായിരുന്നു. കാരണം മുസ്ലിങ്ങളുടെ കയ്യിൽ ആയുധങ്ങളുടെ കുറവ് വളരെയധികം ഉണ്ടായിരുന്നു. കുതിരകൾ വെറും 2 മാത്രം, നേരത്തെ സൂചിപ്പിച്ച ഒട്ടകങ്ങൾ വെറും 70. പലർക്കും വാളുകൾ പോലുമില്ല. ചിലർക്ക് വളരെ കുറഞ്ഞ കുന്തങ്ങൾ മാത്രം ലഭിച്ചു. അമ്പുകൾ വളരെ കുറവായിരുന്നു. ഒരേ ഒട്ടകത്തിൽ തന്നെ മാറിക്കൊണ്ടാണ് ബദറിൽ തന്നെ എത്തിപ്പെട്ടത്. ശത്രുക്കൾക്ക് വലിയ സൈന്യമുണ്ടായിരുന്നു. ഏകദേശം 1000 വരുന്ന ആളുകളുണ്ടായിരുന്നു. 100-ൽ പരം കുതിരകളുണ്ടായിരുന്നു. 700ഓളം ഒട്ടകങ്ങളുണ്ടായിരുന്നു. മികച്ച ആയുധങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് നോക്കുമ്പോൾ ഒരു അസമത്വം ഇതിൽ നമുക്ക് ബോധ്യപ്പെടും. ഇത് വിജയിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് യുദ്ധത്തിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ വികാരത്തോടുകൂടിയിട്ട് വൈകാരികമായിട്ട് പ്രാർത്ഥന നടത്തുന്നുണ്ട്. അല്ലാഹുവേ, ഈ ചെറിയ ഒരു സൈന്യം ഇവിടെ പരാജയപ്പെട്ടാൽ, ഈ ചെറു സംഘത്തെ നീ നശിപ്പിച്ചാൽ ഭൂമിയിൽ നിന്നെ ആരാധിക്കുന്നവർ മുഴുവനും ഇല്ലാണ്ടായിക്കളയും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വൈകാരികമായി പ്രാർത്ഥിച്ചപ്പോൾ ഇത് വീണ്ടും ആവർത്തിച്ചു എന്ന് ഇമാം മുസ്ലിം തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാൻ പറ്റും. ഈ സമയത്താണ് അല്ലാഹു സുബ്ഹാനഹു തആല മലക്കുകളെ നിയോഗിച്ചുകൊണ്ട് അല്ലാഹു ഉത്തരം നൽകുന്നത്. ഫസ്തജാബ ലക്കും അന്നീ മുമിദ്ദുക്കും ബി അൽഫി മിനൽ മലായിക എന്ന് പറയുന്ന ആയത്തിറങ്ങിക്കൊണ്ട് 1000 മലക്കുകളെ ഇറക്കി കൊടുത്തുകൊണ്ട് സഹായിച്ചത്. അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള മറ്റൊരു സഹായമായിരുന്നു ബദറിൻ്റെ ആ രാത്രിയിൽ അള്ളാഹു ശക്തമായ മഴ കൊടുത്തത് കൊണ്ട് മുസ്ലിങ്ങൾക്ക് ധാരാളം വെള്ളം ലഭിച്ചു. മണലൊക്കെ ഉറച്ച ഭൂമിയായിട്ട് മാറി. സൈന്യത്തിന് സുഖമായിട്ട് നടക്കാൻ കഴിഞ്ഞു. പക്ഷേ ഖുറൈശികളുടെ ഭാഗത്ത് മണ്ണ് ചെളിയായി മാറി. അവർക്ക് മുന്നോട്ട് നടക്കാനും വളരെ ബുദ്ധിമുട്ടുണ്ടായി. മറ്റൊരു കാര്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യുദ്ധതന്ത്രം ഉപയോഗിച്ചുകൊണ്ട് മനോവിശ്വാസവും കോൺഫിഡൻസും നൽകി എന്നുള്ളത്. മാത്രമല്ല, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഉബൈബിന് മുൻദിർ തങ്ങൾ അദ്ദേഹം നൽകിയിട്ടുള്ള നിർദ്ദേശം സ്വീകരിച്ചുകൊണ്ട് യുദ്ധത്തിന് വേണ്ടി എല്ലാ സന്നാഹങ്ങളും നടത്തി. മുസ്ലിങ്ങൾ വെള്ളക്കിണർ കൈവശപ്പെടുത്തിക്കൊണ്ട് നിയന്ത്രണത്തിലാക്കിയപ്പോൾ ഇത് വലിയൊരു നേട്ടമായിട്ട് മാറിയെന്നാണ്. മാത്രമല്ല, വിശുദ്ധമായ ഖുർആൻ തന്നെ അതിൽ പരിചയപ്പെടുത്തുന്നത് നിങ്ങൾ വളരെ ദുർബലമായിരിക്കുന്ന സമയത്ത് നിങ്ങൾ വളരെ ദുർബലമായിരിക്കുന്ന സമയത്ത് നാം നിങ്ങളെ സഹായിച്ചുവല്ലോ എന്ന് വിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ബദറിൻ്റെ വിജയത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം അള്ളാഹുവിൻ്റെ സഹായമായിരുന്നു. മലക്കുകളെ ഇറക്കി കൊടുത്തുകൊണ്ട് മലക്കുകളുടെ പങ്കാളിത്തം കൊടുത്തതായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രാർത്ഥനയായിരുന്നു. നല്ല സൈനികമായ തന്ത്രമായിരുന്നു. സ്വഹാബാക്കളുടെ മനസ്സിലുണ്ടായിരുന്ന ശക്തമായ വിശ്വാസമായിരുന്നു. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്ന് ലഭിച്ച മറ്റൊരു സഹായമായിരുന്നു ശത്രുക്കളെ വളരെ എണ്ണം കുറഞ്ഞ രൂപത്തിൽ മുസ്ലിങ്ങൾക്ക് അള്ളാഹു കാണിച്ചു കൊടുത്തു എന്നാണ്. അള്ളാഹു തആല അവിടെ പരിചയപ്പെടുത്തുന്നത് ഇത് യുരീക്കഹുമുല്ലാഹു ഫീ മനാമിക ഖലീല എന്നാണ്. വളരെ കുറഞ്ഞ രൂപത്തിൽ അള്ളാഹു ശത്രുക്കളെ കാണിച്ചു കൊടുത്തു. അതുമൂലം മുസ്ലിങ്ങൾക്ക് കോൺഫിഡൻസ് കൂടിയെന്നാണ് പറയുന്നത്. എന്നാൽ മുസ്ലിങ്ങളെ ശത്രുക്കൾക്ക് വളരെ കുറഞ്ഞ രൂപത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല കാണിച്ചു കൊടുത്തു എന്നും പറയുന്നുണ്ട്. ഇതുമൂലം ശത്രുക്കൾ മുസ്ലിങ്ങളുടെ എണ്ണം കുറവാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അശ്രദ്ധ കാണിച്ചു. ഈ അശ്രദ്ധ കാണിച്ചതും അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിങ്ങളെ രക്ഷിക്കാൻ കാണിച്ച ഒരു കുതന്ത്രമായിരുന്നു. മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു പിടി മണൽ എറിഞ്ഞുകൊണ്ട് പറയും, വമാ റമൈത ഇദ് റമൈത വലാകിന്നല്ലാഹു റമ എന്ന് പറയുന്നുണ്ട്. ഒരു പിടി മണ്ണ് ബദർ യുദ്ധത്തിൻ്റെ രണാങ്കളത്തിലേക്ക് എറിയുന്നുണ്ട്. അത് റസൂലെ അങ്ങെറിഞ്ഞതല്ല, മറിച്ച് അള്ളാഹു എറിഞ്ഞതാണ് എന്ന് പറയുന്നുണ്ട്. അള്ളാഹു
അതുമൂലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വിജയം കൊടുത്തു. മാത്രമല്ല ശത്രുക്കളുടെ മനസ്സിനുള്ളിൽ അള്ളാഹു ഭയം കൊടുത്തു. ഇതൊക്കെ നമുക്ക് ഗുണപാഠമുള്ളതാണ്. ശത്രുക്കളുടെ ഉള്ളിൽ അള്ളാഹു ഭയം കൊടുത്തു. അള്ളാഹു സുബ്ഹാനഹു തആല അവിടെ പറയുന്നു, സഉൽഖീ ഫീ ഖുലൂബിൽ ലദീന കഫറു റുഅബ്, കാഫിരീങ്ങളായ ആളുകളുടെ ഹൃദയത്തിലേക്ക് ഭയത്തെ ഞാൻ വിട്ടുകൊടുത്തു എന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ ചെറിയ ഒരു സൈന്യം അവിടെ വലിയ സൈന്യത്തിൻ്റെ മുമ്പിൽ വലിയ ധീരത കാണിച്ചുകൊണ്ട് ധൈര്യത്തോടുകൂടി അഭിമാനത്തോടുകൂടി വിജയിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ യുദ്ധത്തിൽ ധാരാളം മലക്കുകളെ അള്ളാഹു ഇറക്കിയിരുന്നല്ലോ. ഒരു സ്വഹാബി വര്യർ തൻ്റെ അനുഭവം പറയുന്നുണ്ട്, ഞാൻ യുദ്ധത്തിൽ ഒരു ശത്രുവിനെ പിന്തുടർന്നുകൊണ്ട് ആ ശത്രുവിൻ്റെ തലയെടുക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങിയ സമയത്ത് ആ ശത്രുവിൻ്റെ തല എൻ്റെ മുമ്പിലേക്ക് ഉതിർന്നു വീണു എന്ന് പറയുന്നുണ്ട്. പിന്നീടാണ് ഈ സ്വഹാബി വര്യന് ഇത് മലക്കാണ് എന്ന് ബോധ്യപ്പെട്ടത് എന്ന് മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാൻ പറ്റും. മറ്റൊരു ഹദീസിൽ കാണാൻ പറ്റും, ഞാനൊരു ശബ്ദം കേട്ടു ഹൈസൂം, മുന്നോട്ട് പോവുക എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ശബ്ദം കേട്ടു. ഈ ശബ്ദം കേട്ടപ്പോൾ അത് മലക്കുകളുടെ യുദ്ധവിളിയായിരുന്നു എന്ന് എനിക്ക് പിന്നീട് ബോധ്യപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ ധാരാളം സ്വഹാബാക്കൾക്ക് മലക്കുകളുടെ സാന്നിധ്യം ബോധ്യപ്പെട്ടിരുന്നു. ശത്രുപക്ഷത്ത് നിന്ന് ബദർ യുദ്ധം കഴിഞ്ഞതോടുകൂടി 70ഓളം പേർ കൊല്ലപ്പെട്ടിരുന്നു. പലരും ഖുറൈശികളുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാരായിരുന്നു. അബൂജഹൽ എന്ന് പറയുന്ന വലിയൊരു നേതാവ്, അംർ ഇബ്നു ഹിഷാം എന്ന പേരാണ് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര്. ഇസ്ലാമിൻ്റെ കൊടിയ ശത്രുവായിരുന്നു. ഈ കൊടിയ ശത്രുവായ അവനെ കൊന്നത് 2 പേർ ചേർന്നുകൊണ്ടാണ്, 2 അൻസാരി സ്വഹാബാക്കൾ ചേർന്നുകൊണ്ടാണ്. പിന്നീട് അവൻ്റെ തല വെട്ടിമാറ്റിയത് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു ആയിരുന്നു. അദ്ദേഹത്തെ വധിച്ച 2 സ്വഹാബാക്കൾ മുആദ് ഇബ്നു അംർ എന്ന് പറയുന്ന സ്വഹാബും മുഅവ്വിദ് ഇബ്നു അഫ്ര എന്ന് പറയുന്ന സ്വഹാബിയുമായിരുന്നു. ഇസ്ലാമിൻ്റെ കൊടിയ ശത്രുവായ അബൂജഹൽ കൊല്ലപ്പെട്ട യുദ്ധമാണ് ബദർ യുദ്ധമെന്ന് പറയുന്നത്. ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ ശത്രുക്കളിൽപ്പെട്ട ഒരാളാണ് അബൂജഹൽ എന്ന് പറയുന്ന അംർ ഇബ്നു ഹിഷാം എന്ന് പറയുന്ന ആൾ. അദ്ദേഹത്തെ കൊന്നത് മുആദ് ഇബ്നു അംർ എന്ന് പറയുന്ന ഒരു യുവ കോമളനായ അൻസാരി തങ്ങളും അതുപോലെ തന്നെ മുഅവ്വിദ് ഇബ്നു അഫ്ര എന്ന് പറയുന്ന ഒരു സ്വഹാബി വര്യരും കൂടിയാണ്. 2 പേരും അൻസാരി വിഭാഗത്തിൽപ്പെടുന്ന യുവ സ്വഹാബാക്കളായിരുന്നു. പിന്നീട് ഈ അബൂജഹലിൻ്റെ തല വെട്ടിമാറ്റിയത് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് തങ്ങളായിരുന്നു എന്ന് ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാൻ പറ്റും. രണ്ടാമത്തെ ഉത്ബത്ത് ഇബ്നു റബീഅ എന്ന് പറയുന്ന ആളായിരുന്നു. ഉത്ബത്ത് ഇബ്നു റബീഅ എന്ന് പറയുന്ന ആളെ കൊന്നത് നമുക്കറിയാം ദ്വന്ദ്വയുദ്ധത്തിലായിരുന്നു. ഹംസ തങ്ങളും അലിയോർ തങ്ങളും കൂടിയുമാണ് അവരെ കൊന്നിട്ടുള്ളത്. പിന്നെ ഷൈബ എന്ന് പറയുന്ന ഷൈബ ബിൻ റബീഅ എന്ന് പറയുന്ന ആളെ കൊന്നത് ഹംസ തങ്ങൾ ദ്വന്ദ്വയുദ്ധത്തിലായിരുന്നു. വലീദ് ബിൻ ഉത്ബ എന്ന് പറയുന്ന ആളെ കൊന്നത് അലിയോർ തങ്ങളായിരുന്നു. ഉമയ്യ ബിൻ ഖലഫ് എന്ന് പറയുന്ന ആൾ, അവർ മുമ്പ് ബിലാൽ തങ്ങളെ വളരെ ക്രൂരമായി പീഡിപ്പിച്ച ആളായിരുന്നു. ഉമയ്യത്ത് ബിൻ ഖലഫ് എന്ന് പറയുന്ന ആൾ ബദർ യുദ്ധത്തിൽ അവനെ കൊല്ലാൻ വേണ്ടി പങ്കെടുത്ത ആൾ ഒന്നാമത്തെ ബിലാൽ തങ്ങൾ തന്നെയായിരുന്നു. രണ്ടാമത്തെ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് തങ്ങൾ ആയിരുന്നു അദ്ദേഹത്തെ കൊല്ലാൻ വേണ്ടിയിട്ട് കൂടെ നിന്നത്. അതുപോലെ തന്നെ ഉഖ്ബ ബിനു അബി മുഅയ്ത് എന്ന് പറയുന്ന ആൾ, ഇവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെയധികം പീഡിപ്പിച്ച ആളായിരുന്നു. അദ്ദേഹം ബദറിന് ശേഷം തടവുകാരനായി പിടിക്കപ്പെട്ടു എന്നാണ് പറയുന്നത്. അലി ഇബ്നു അബി ത്വാലിബ് തങ്ങളായിരുന്നു ബദറിന് ശേഷം തടവുകാരനായി പിടിക്കപ്പെട്ട ഉഖ്ബയെ വധിച്ചത് എന്ന് ചരിത്രം പറയുന്നു. അതുപോലെ തന്നെ നദർ ഇബ്നു അൽ ഹാരിസ് എന്ന് പറയുന്ന ആൾ, ഇവർ ഖുർആനിനെ വളരെ മോശമായ രൂപത്തിൽ പരിഹസിച്ച ആളായിരുന്നു. അതിനു ശേഷം അലി തങ്ങൾ തന്നെയായിരുന്നു അവർക്ക് അവർക്ക് വധശിക്ഷ വിധിച്ചുകൊണ്ട് അവരുടെ തലയെടുത്തത്. അതുപോലെ തന്നെ അസ്ബഹ് ഇബ്നു അബ്ദുൽ ഉസ്സ എന്ന് പറയുന്ന ആൾ, അവരെ കൊന്നത് സഅദ് ബിൻ അബി വക്കാസ് റളിയല്ലാഹു തആല അൻഹു ആയിരുന്നു. ഹാരിസ് ബിൻ സുമയ്യ എന്ന് പറയുന്ന ആളെ കൊന്നത് അലിയോർ തങ്ങളായിരുന്നു. മുനബ്ബിഹ് ബിൻ ഹജ്ജാജ് എന്ന് പറയുന്ന ആളെ കൊന്നതും അലിയോർ തങ്ങളായിരുന്നു. ഇങ്ങനെ 70ഓളം ഖുറൈശി തലവന്മാർ കൊല്ലപ്പെട്ടു. 70ഓളം വരുന്ന ആളുകളെ തടവിലാക്കുകയും ചെയ്തു. മുസ്ലിങ്ങളിൽ നിന്നും 14 പേരാണ് ഷഹീദായിട്ടുണ്ടായിരുന്നത്. മുഹാജിരീങ്ങളായിട്ടുള്ള ഖുറൈശികളിൽ നിന്നുമുള്ള മുസ്ലിങ്ങളിൽ നിന്നും 6 പേരാണ് ഷഹീദായിട്ടുണ്ടായിരുന്നത്. മുഹാജിരീങ്ങളായ ഖുറൈശികളായ മുസ്ലിങ്ങളിൽ നിന്നും 6 പേരാണ് മുസ്ലിങ്ങളുടെ ഭാഗത്തു നിന്ന് ഷഹീദായത്. അതിൽ ഒന്നാമത്തത് ഉബൈദത്ത് ഇബ്നു അൽ ഹാരിസ് തങ്ങളായിരുന്നു. നേരത്തെ സൂചിപ്പിച്ചല്ല, നബി തങ്ങളുടെ കുടുംബമായിരുന്നു. ബദറിലെ ദ്വന്ദ്വയുദ്ധത്തിൽ പങ്കെടുത്തുകൊണ്ട് ശത്രുവായ ഉത്ബത്ത് ഇബ്നു റബീഅയുമായിട്ട് പോരാടിക്കൊണ്ട് ഗുരുതരമായ പരിക്കേറ്റുകൊണ്ട് പിന്നീട് ഷഹീദാവുകയായിരുന്നു. ഇസ്ലാമിൻ്റെ ആദ്യകാല വിശ്വാസികളിൽപ്പെട്ട ഒരാളായിരുന്നു. നിരവധി ദൗത്യങ്ങളിൽ നബിയോടൊപ്പം പങ്കെടുത്ത ധീരനായിട്ടുള്ള സ്വഹാബി വര്യരായിരുന്നു മഹാനവറുകൾ. അതുപോലെ തന്നെ ഉമയ്ർ ഇബ്നു അബി വക്കാസ് റളിയല്ലാഹു അൻഹുമ,
ഇവർ ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള സ്വഹാബിവര്യരായിട്ടുള്ള സഅദ് ഇബ്നു അബീ വക്കാസ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ സഹോദരനായിരുന്നു. വളരെ ചെറുപ്പമായിരുന്നു, 16 വയസ്സ് മാത്രമായിരുന്നു. ചെറുപ്പത്തിൽ തന്നെ ജിഹാദിൽ പങ്കെടുത്തുകൊണ്ട് ധീരമായിട്ടുള്ള ഷഹീദ് പദവി നേടിയെടുത്ത മഹാനായിരുന്നു അദ്ദേഹം. അതുപോലെ തന്നെ ഹാരിസ് ഇബ്നു സുറൈഖ് എന്നവർ, അദ്ദേഹം യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ശത്രുവിൻ്റെ അമ്പേറ്റുകൊണ്ട് ഷഹീദായി. അദ്ദേഹത്തിൻ്റെ ഉമ്മ നബിതങ്ങളോട് ചോദിക്കുന്നുണ്ട് റസൂലേ, യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് വഫാത്തായവരാണ്, ഷഹീദായവരാണ്, അവർ സ്വർഗം കിട്ടുമോ, അവർ ശുഹദാക്കളിൽ പെടുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നബിതങ്ങൾ പറയുന്നുണ്ട്, നിൻ്റെ മകൻ ഫിർദൗസും സ്വർഗവും നേടിയിരിക്കുന്നു. ഇന്നബിനക് അസാബൽ ഫിർദൗസ് അൽ ആല, നിൻ്റെ മകൻ വലിയ ഫിർദൗസിനെ നേടിയെടുത്തിട്ടുണ്ട് എന്ന് ആ ഉമ്മയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ റാഫി ഇബ്നു മുഅല്ല എന്ന് പറയുന്ന ആളാണ്. അതുപോലെ തന്നെ സഅദ് ഇബ്നു ഖൈതമ റളിയല്ലാഹു തആല അൻഹുമ യുദ്ധത്തിന് പോകാൻ വേണ്ടിയിട്ട് പിതാവും മകനും കൂടി ആഗ്രഹിക്കുകയും ആരാണ് പോകേണ്ടത് എന്നുള്ളതിൽ നറുക്കെടുത്തുകൊണ്ട് അതിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ച് ബദർ യുദ്ധത്തിൽ ഷഹീദായവരാണ് സഅദ് ഇബ്നു ഖൈതമ റളിയല്ലാഹു തആല അൻഹു. അതുപോലെ തന്നെ ആഖിൽ ഇബ്നു ബുഖൈർ തങ്ങൾ ഇസ്ലാമിലേക്ക് ആദ്യകാലം തന്നെ ചേക്കേറിയ വലിയ മഹാമനീഷിയായിരുന്നു. ബദറിൽ ധീരമായി പോരാടി ഷഹീദാവുകയും ചെയ്തു. അൻസാരിങ്ങളിൽ നിന്നും 8 പേരാണ് യുദ്ധത്തിൽ ഷഹീദായിട്ടുണ്ടായിരുന്നത്. സഅദ് ഇബ്നു റുബൈ റളിയല്ലാഹു തആല അൻഹു യുദ്ധത്തിൽ 70-ലേറെ മുറിവുകൾ ഏറ്റു. അവസാനമായിട്ട് അദ്ദേഹം പറഞ്ഞത്, റസൂലിന് എൻ്റെ സലാം അറിയിക്കണേ എന്നാണ്. അവർ റസൂലുള്ളാഹി മിന്നിസ്സലാം എന്ന് പറഞ്ഞുകൊണ്ടാണ് രക്തസാക്ഷിത്വം വഹിച്ചത്. അടുത്തത് മുആദ് എന്ന് പറയുന്ന സ്വഹാബി വര്യരായിരുന്നു. ബദറിൽ ശത്രു നേതാവായ അബൂജഹലിനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയ ആളുകളിൽ ഒരാളായിരുന്നു അദ്ദേഹം. അടുത്തത് മുഅവ്വിദ് എന്ന് പറയുന്ന നേരത്തെ സഹോദരനോടൊപ്പം അബൂജഹലിനെ കീഴടക്കി ആക്രമിച്ച് പിന്നീട് ഷഹീദായ ആളായിരുന്നു. ഔഫ് പറയുന്ന ധീരമായി യുദ്ധത്തിൽ പങ്കെടുത്തുകൊണ്ട് ഷഹീദായ അൻസാരി സ്വഹാബിയാണ് ഔഫ് ഇബ്നു അൽ അറഫ എന്ന് പറയുന്ന വ്യക്തിത്വം. യസീദ് ഇബ്നു അൽ ഹാരിസ് എന്ന് പറയുന്ന സ്വഹാബി വര്യർ ബദറിൽ ധൈര്യത്തോടുകൂടി പോരാടി അൻസാരി സ്വഹാബിയായിരുന്നു. റാഫി പറയുന്ന സ്വഹാബി വര്യർ ഇസ്ലാമിനെ സംരക്ഷിക്കാൻ വേണ്ടി ജീവൻ സംരക്ഷിച്ച മഹാമനീഷിയായിരുന്നു. നേരത്തെ പറഞ്ഞല്ലോ, അബൂജഹലിനെ കൊന്നത് സ്വഹാബാക്കളിൽപ്പെട്ട 2 യുവ കോമളന്മാരായിട്ടുള്ള ആളുകളായിരുന്നല്ലോ. യുദ്ധത്തിനിടയിൽ ഈ 2 സ്വഹാബാക്കൾ മുആദ് തങ്ങളും മുഅവ്വിദ് തങ്ങളും ഇവർ 2 പേരും കൂടി ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങളോട് ചോദിക്കുന്നുണ്ട്, അബൂജഹൽ എവിടെയാണ്, അവനെ ഒന്ന് കാണിച്ചു തരുമോ എന്ന് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് അവർ പറയുന്നത്, അബൂജഹൽ എന്ന് പറയുന്നവൻ ആരംഭ മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കളിയാക്കിയവനാണ്. അങ്ങനെ ഞങ്ങൾ കേട്ടിട്ടുണ്ട്. അവനെ കൊല്ലുന്നത് വരെ ഞങ്ങൾ വേറെ ഒരാൾക്കും ഞങ്ങളല്ലാതെ അവനെ കൊല്ലൂല, ഞങ്ങൾ അവനെ മറ്റുള്ളവർക്ക് വിട്ടുകൊടുക്കൂല എന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിന്നപ്പോൾ ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ അബൂജഹലിനെ കാണിച്ചു കൊടുത്തു എന്നാണ്. അബൂജഹലിനെ കണ്ടയുടൻ തന്നെ ഈ 2 യുവാക്കളും പാഞ്ഞെത്തി. അവർ വാളാൽ ശക്തമായിട്ട് അബൂജഹലിനെ ആക്രമിച്ചു. അബൂജഹലിന് ഗുരുതരമായിട്ടുള്ള പരിക്ക് പറ്റി നിലത്ത് വീണു എന്നാണ് പറയുന്നത്. അങ്ങനെ നിലത്ത് വീണ് കിടക്കുന്ന അബൂജഹലിന് ശ്വാസമുള്ളതായിട്ട് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് തങ്ങൾക്ക് ബോധ്യപ്പെട്ടപ്പോൾ അദ്ദേഹം അബൂജഹലിൻ്റെ നെഞ്ചിന് മുകളിൽ കയറിയിരുന്നു കൊണ്ട് അബൂജഹലിനെ ആക്രമിച്ചു. അബൂജഹൽ ഇന്നലെ ചോദിക്കുന്നുണ്ട്, ഇന്ന് ആരാണ് വിജയിച്ചത് എന്ന് ചോദിക്കുന്നുണ്ട്. ഈ സമയത്ത് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് തങ്ങൾ പറയുന്നുണ്ട്, ജയം അള്ളാഹുവിനും അവൻ്റെ ദൂതനുമാണെന്ന് പറഞ്ഞു. അദ്ദേഹം പിന്നീട് അബൂജഹലിൻ്റെ തല വെട്ടിയെടുത്തുകൊണ്ട് റസൂലിൻ്റെ മുന്നിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവൻ്റെ തല കണ്ടപ്പോൾ പറയുന്നുണ്ട്, ഹാദാ ഫിർഔൻ ഹാദിഹിൽ ഉമ്മ, ഈ ചങ്ങാതിയാണ് ഈ ഉമ്മത്തിൻ്റെ വലിയ ഫിർഔൻ. ഈ ഉമ്മത്തിന് അള്ളാഹു പരീക്ഷണാർത്ഥം കൊടുത്തിട്ടുള്ള ഫിർഔനാണ് അബൂജഹൽ എന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂജഹലിൻ്റെ മരണം ചരിത്രത്തിൽ വലിയ പ്രശ്നങ്ങളുണ്ടാക്കുകയും എന്നാൽ മുസ്ലിങ്ങളെ സംബന്ധിച്ച് വലിയ ആശ്വാസമാവുകയും ചെയ്തിട്ടുണ്ട്. ഖുറൈശി വലിയ നേതാവായിരുന്നല്ലോ, അത് ഖുറൈശികളെ സംബന്ധിച്ച് വളരെ ഇടങ്ങാറുണ്ടാക്കിയിട്ടുണ്ട്. എന്നാൽ ബദ്ർ യുദ്ധത്തിലെ ഏറ്റവും വലിയ സംഭവങ്ങളിൽ ഒന്നായിട്ട് അബൂജഹലിൻ്റെ മരണം രേഖപ്പെടുത്തുന്നുണ്ട്. ബദറിൽ മുസ്ലിങ്ങൾ നോമ്പുകാരായിരുന്നോ? അതൊരു ചോദ്യമാണല്ലോ. ബദർ യുദ്ധം നടന്നത് റമദാൻ മാസത്തിലായിരുന്നല്ലോ. അതുകൊണ്ട് ചില സ്വഹാബാക്കളൊക്കെ നോമ്പ് നോറ്റിയിരുന്നു. ചിലർ യാത്രക്കാരനായതുകൊണ്ടും യുദ്ധമല്ല നടക്കുന്നത് എന്നുള്ളത് കൊണ്ടും തന്നെ നബി തങ്ങളുടെ സമ്മതം കൊണ്ട് നോമ്പ് മുറിക്കുകയും ചെയ്തിരുന്നു. കാരണം യാത്രക്കാർക്ക് നോമ്പ് മുറിക്കാനുള്ള അവസരമുണ്ടല്ലോ. ഹദീസിലേക്ക് നമുക്ക് കാണാൻ പറ്റും,
ബദർ യുദ്ധത്തിൽ എല്ലാവരും നോമ്പുകാരായിരുന്നു എന്ന് പറയാൻ കഴിയില്ല എന്നാണ് ഈ ഹദീസിൻ്റെ വെളിച്ചത്തിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത്. ബദർ യുദ്ധം നടന്നത് റമദാൻ 17 ഹിജറ 2-ാം വർഷം റമദാൻ 17 ഇത് ഇസ്ലാമിക ചരിത്രത്തിലെ വലിയ ഒരു യുദ്ധമായിരുന്നു. യുദ്ധം ആരംഭിച്ചത് രാവിലെ യുദ്ധം ആരംഭിച്ചു. ആദ്യം നടന്നത് ദ്വന്ദ്വയുദ്ധമാണെങ്കിൽ പിന്നീട് സൈന്യങ്ങൾ തമ്മിലുള്ള പൊതുയുദ്ധം നടന്നു. യുദ്ധം അവസാനിച്ചത് വൈകുന്നേരത്തിന് മുമ്പ് തന്നെ യുദ്ധം അവസാനിച്ചിരുന്നു. ഏകദേശം പകുതി ദിവസം പോലും നീണ്ടു നിന്നില്ല. മുസ്ലിങ്ങൾ വ്യക്തമായ ഒരു വിജയം ഇതോടുകൂടിയിട്ട് ഈ ദിവസം കഴിയലോടുകൂടിയിട്ട് തന്നെ നേടിയെടുക്കുകയും ചെയ്തിട്ടുണ്ട്. പുലർച്ചെ ആരംഭിച്ചത് വൈകുന്നേരമാകുന്നതിന് മുമ്പ് തന്നെ യുദ്ധം അവസാനിക്കുകയും ചെയ്തു. യുദ്ധത്തിൻ്റെ ഫലം 70 പേർ കൊല്ലപ്പെട്ടു. കാഫിര്യങ്ങളായ 70 പേർ കൊല്ലപ്പെട്ടു, 70 പേർ തടവിലാക്കപ്പെട്ടു. മുസ്ലിങ്ങളിൽ നിന്ന് നേരത്തെ പരാമർശിച്ച 14 പേർ ഷഹീദാവുകയും ചെയ്തു. സാധാരണ അറബികൾ ധരിച്ചിരുന്ന ഖമീസ് എന്ന് പറയുന്ന ഒരു തരം വസ്ത്രമായിരുന്നു മുസ്ലിങ്ങൾ ധരിച്ചിരുന്ന. തലയിൽ തലപ്പാവുണ്ടായിരുന്നു. ചില കുറഞ്ഞ പേർ മാത്രം കവചം ധരിച്ചിരുന്നു. ചിലർക്ക് മാത്രമേ വാളും കുന്തവും ഉണ്ടായിരുന്നിട്ടുള്ളൂ. ഇവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ബദറിൽ നിയോഗിച്ച മലക്കുകൾ മനുഷ്യരുടെ രൂപത്തിൽ വന്നു എന്നൊക്കെയാണ് പല സ്വഹാബാക്കളും അനുഭവങ്ങളായിട്ട് പറഞ്ഞത്. മലക്കുകൾ ഹദീസിൽ കാണാൻ പറ്റും. മലക്കുകൾ വന്നപ്പോൾ അവർ വെള്ള വസ്ത്രത്തിലായിരുന്നു. വെള്ള തലപ്പാവ് ചിലരിലുണ്ടായിരുന്നു, ചിലർക്ക് പച്ച തലപ്പാവ് കണ്ടിരുന്നു എന്ന് പല സ്വഹാബാക്കളും റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാൻ പറ്റും. ഒരു സ്വഹാബി വര്യൻ പറയുന്ന ഒരു ഹദീസുണ്ട്. ഞാൻ ഒരു ശത്രുവിനെ പിന്തുടർന്നുകൊണ്ട് അവനെ വെട്ടാൻ വേണ്ടി ഒരുങ്ങുന്ന സമയത്ത് ആകാശത്ത് നിന്നൊരു ശബ്ദം കേട്ടു. പിന്നെ ഒരു യോദ്ധാവ് വെള്ള കുതിരമ്മേൽ വന്നുകൊണ്ട് ശത്രുവിനെ വീഴ്ത്തുന്നതായിട്ട് ഞാൻ കണ്ടു എന്ന് പറയുന്ന ഹദീസൊക്കെ കാണാൻ പറ്റും. ചുരുക്കി പറഞ്ഞാൽ യുദ്ധത്തിൽ പങ്കെടുത്ത മുസ്ലിങ്ങൾ ലളിതമായ അറബ് വേഷക്കാർ മാത്രമായിരുന്നു. മലക്കുകൾ മനുഷ്യരൂപത്തിൽ വന്നുകൊണ്ട് വെള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് വെള്ളയോ പച്ചയോ നിറത്തിലുള്ള തലപ്പാവ് ധരിച്ചുകൊണ്ട് കുതിരയുടെ മുകളിലാണ് ചില മലക്കുകൾ അങ്ങോട്ട് വന്നിട്ടുള്ളത് എന്നൊക്കെ നമുക്ക് ഹദീസിൻ്റെ വെളിച്ചത്തിൽ വായിക്കാൻ പറ്റും. 3 സ്വഹാബാക്കൾ ബദർ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടില്ലായിരുന്നു. യുദ്ധത്തിൻ്റെ രണാങ്കളത്തിൽ പങ്കുചേർന്നിട്ടില്ലായിരുന്നു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു, ത്വൽഹത്ത് ഇബ്നു ഉബൈദില്ലാ റളിയല്ലാഹു തആല അൻഹു, സഅദ് ഇബ്നു സൈദ് റളിയല്ലാഹു തആല അൻഹു, ഈ 3 പേർ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടില്ലായിരുന്നു. ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു ബദറിലേക്ക് വരാത്തതിൻ്റെ കാരണം തൻ്റെ പത്നിയായിട്ടുള്ള നബിയുടെ മകളായിട്ടുള്ള റുഖയ്യ ബീവി രോഗത്തിലായിരുന്നു. വളരെ മാരകമായ ക്ഷീണം പറ്റിയ രോഗത്തിലായതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ മഹദിയെ ശുശ്രൂഷിക്കാൻ വേണ്ടി നിൽക്കാൻ ആവശ്യപ്പെട്ടു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹാനവറുകളെ യുദ്ധത്തിൻ്റെ കൂട്ടത്തിൽ എണ്ണുകയും ബദരീങ്ങളുടെ കൂട്ടത്തിൽ എണ്ണുകയും ബദറിൻ്റെ വനീമത്തിൻ്റെ ഒരു വിഹിതം ബഹുമാനപ്പെട്ടവർക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ ആളാണ് ത്വൽഹത്ത് ഇബ്നു ഉബൈദില്ലാ റളിയല്ലാഹു തആല അൻഹു. അദ്ദേഹത്തെ ഈ ശത്രുക്കളുടെ യാത്രാ സംഘത്തെ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രധാനപ്പെട്ട ഡ്യൂട്ടി ഏൽപ്പിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുടെ പിന്നാലെ അയച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം മദീനയ്ക്ക് പുറത്തായിരുന്നു യുദ്ധം നടക്കുന്ന സമയത്ത്. ആ കാരണത്താൽ അദ്ദേഹത്തിന് യുദ്ധത്തിൽ പങ്കുചേർന്നാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും യുദ്ധത്തിൽ ഗനീമത്തിൻ്റെ മുതലിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വിഹിതം കൊടുക്കുകയും അദ്ദേഹത്തെ ബദരീങ്ങളുടെ വിഭാഗത്തിൽ കണക്ക് കൂട്ടുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സഅദ് ഇബ്നു സൈദ് എന്ന് പറയുന്ന സ്വഹാബി അദ്ദേഹം ത്വൽഹാ തങ്ങളുടെ കൂടെ പോയ ആളായിരുന്നു. അദ്ദേഹത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഡ്യൂട്ടി ഏൽപ്പിച്ചിരുന്നു. അദ്ദേഹം യുദ്ധത്തിൽ പങ്കുചേർന്നിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിനും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിർദ്ദേശപ്രകാരം ഗനീമത്ത് മുതൽ കൊടുക്കുകയും ബദരീങ്ങളുടെ കൂട്ടത്തിൽ കണക്കാക്കുകയും ചെയ്തു. ഇതിൽ മനസ്സിലാക്കേണ്ടത് ഇവരൊക്കെ യുദ്ധത്തിൻ്റെ ഒരു ഡ്യൂട്ടിയിൽ തന്നെയായിരുന്നു. അത് നബി തങ്ങളുടെ കൽപ്പന മൂലം ലഭിച്ച ഒരു ഇളവും കൂടിയായിരുന്നു എന്ന് പ്രത്യേകം മനസ്സിലാക്കുക. ബദർ യുദ്ധത്തിൽ ധാരാളം ഗനീമത്ത് ലഭിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പോലും ഗനീമത്ത് എന്ന് പറഞ്ഞാൽ യുദ്ധ ലഭ്യമാണ്. യുദ്ധത്തിൽ നിന്നും ശത്രുപക്ഷത്തു നിന്ന് ലഭിക്കുന്നതായിട്ടുള്ള ആയുധങ്ങളും മറ്റും ചേർന്നിട്ടുള്ള വിഹിതങ്ങളാണ്. അവർ ഉപയോഗിച്ചിരുന്ന വസ്തുക്കളാണ്. ഗനീമത്ത് യുദ്ധവിഹിതമാണ്. ആ യുദ്ധവിഹിതം ഒരിക്കലും ഉദ്ദേശിച്ചു കൊണ്ടല്ലല്ലോ മുസ്ലിങ്ങൾ യുദ്ധത്തിൽ പങ്കെടുത്തത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ലക്ഷ്യമില്ലാത്തത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർ പങ്കെടുത്തതിൻ്റെ പ്രതിഫലമായിട്ട് ധാരാളം ഗനീമത്ത് മുതൽ കൊടുത്തിരുന്നു. ഈ വിശുദ്ധമായിട്ടുള്ള വലിയ യുദ്ധം കഴിഞ്ഞതോടുകൂടിയിട്ട് മുസ്ലിങ്ങൾക്ക് ശക്തിയും ആത്മവിശ്വാസവും വർദ്ധിച്ചു. ബദറിന് മുമ്പിൽ മുസ്ലിങ്ങൾ നമുക്കറിയാം മദീനയിൽ ഒരു പുതിയ സമൂഹമായിരുന്നു. സൈന്യം കൊണ്ട് ദുർബലരായിരുന്നു. ഖുറൈശികളുടെ ഭീഷണി ഉണ്ടായിരുന്നു. എന്നാൽ ബദറിലെ ഈ വലിയ വിജയത്തിന് ശേഷം മുസ്ലിങ്ങൾക്ക് വലിയ ആത്മവിശ്വാസം ലഭിച്ചു. അറബ് ഗോത്രം മുസ്ലിങ്ങളെ പേടിച്ചു. അറബ് ഗോത്രം മുസ്ലിങ്ങളെ ശക്തമായ രൂപത്തിൽ മറ്റുള്ളവർ കാണാൻ തുടങ്ങി.
മദീനയിൽ ഇസ്ലാമിൻ്റെ ഒരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു അന്തരീക്ഷം അതിന് ശക്തി വർദ്ധിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നേതൃത്വത്തിൽ കൂടുതൽ ശക്തമായിട്ട് മദീനയിൽ നബി തങ്ങളുടെ രാഷ്ട്രീയ സിദ്ധാന്തങ്ങൾ, രാഷ്ട്രീയ അധികാരങ്ങളൊക്കെ നടപ്പിലാക്കാൻ തുടങ്ങി. പല ഗോത്രങ്ങളും മുസ്ലിങ്ങളുമായിട്ട് കരാർ ചെയ്യാൻ തുടങ്ങി. ഇതുമൂലം ഖുറൈശികൾക്ക് വലിയ തിരിച്ചടിയാണ് ലഭിച്ചത്. ഖുറൈശികൾ വലിയ നഷ്ടത്തിലായി. അവരുടെ പ്രധാനപ്പെട്ട നേതാക്കളായിട്ടുള്ള അബൂജഹലിനെ പോലെ, ഉത്തുബ, ഷൈബയെ പോലുള്ള ആളുകളൊക്കെ മരണപ്പെട്ടതോടുകൂടിയിട്ട് ഖുറൈശിൻ്റെ ഒരു പ്രതാപം തകർന്നു എന്ന് നമുക്ക് പറയാൻ പറ്റും. മാത്രമല്ല ബദറിന് ശേഷം ചിലർ ഇസ്ലാമിൽ നിന്നും പുറത്തു പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പുറത്തായ മുസ്ലിങ്ങളായിട്ട്, അതായത് മുനാഫിക്കിങ്ങൾ ഇതുമൂലം പുറത്തു വന്നു എന്നാണ്. ബദറിൻ്റെ ഒരു യുദ്ധത്തിൻ്റെ മുഖാന്തരീക്ഷം കഴിഞ്ഞതോടുകൂടിയിട്ട് മുനാഫിക്കിങ്ങളെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു. ഉള്ളിൽ വിശ്വാസമില്ലാത്തവരെ കൃത്യമായിട്ട് ബോധ്യപ്പെട്ടു. അബ്ദുല്ലാഹ് ഇബ്നു ഉബയ്യ് എന്ന ആളായിരുന്നു ഈ മുനാഫിക്കിങ്ങളുടെ നേതാവ്. ഈ ബദറിന് ശേഷം ഈ മുനാഫിക്കിങ്ങളായ ആളുകളെയൊക്കെ ജനങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് ബോധ്യപ്പെടാൻ തുടങ്ങി. അതുപോലെ ബദർ യുദ്ധം കഴിഞ്ഞതോടുകൂടിയിട്ട് ഇസ്ലാമിൻ്റെ വ്യാപനം വളരെ വേഗത്തിലായി. പല അറബ് ഗോത്രങ്ങളും ഇസ്ലാമിനെക്കുറിച്ച് വളരെ ഗൗരവത്തിൽ ചിന്തിക്കാൻ തുടങ്ങുകയും പലരും ഇസ്ലാം മതം സ്വീകരിച്ചുകൊണ്ട് കടന്നു വരികയും ചെയ്തു. ഇത് പിന്നീട് ഉഹുദ്, ഖന്തക്ക് പോലുള്ള യുദ്ധങ്ങൾക്ക് വഴിയൊരുക്കുകയും അതിൽ മുസ്ലിങ്ങളുടെ എണ്ണം അധികമായതുകൊണ്ട് സഹായമാവുകയും ചെയ്തിട്ടുണ്ട്. ബദറിൽ വിശുദ്ധമായിട്ടുള്ള ഖുർആനിൽ അള്ളാഹു അതിൻ്റെ വിജയത്തെപ്പറ്റി പറയുന്നത് വലഖദ് നസറക്കുമുല്ലാഹു ബിബദർ വഅൻതും അതില്ല. വളരെ തുച്ഛം ആളുകളായ, വളരെ ദുർബലപ്പെട്ടിരിക്കുന്ന ആളുകളായിരിക്കുന്ന സമയത്താണ് ബദറിൽ നിങ്ങൾക്ക് അള്ളാഹു വിജയം നൽകിയത് എന്ന് പറയുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ബദർ എന്ന് പറയുന്നത് ആത്മീയതയുടെ, ആത്മാർത്ഥതയുടെ മാത്രമല്ല, ബദർ എന്ന് പറയുന്നത് വലിയ സന്ദേശം നൽകുന്നുണ്ട്. ബദർ എന്ന് പറയുന്നത് ആത്മാർത്ഥത വിജയിച്ച, സത്യം വിജയിച്ച, അസത്യത്തിന് വലിയ തിരിച്ചടി ലഭിച്ചിട്ടുള്ള വലിയ യുദ്ധമായിരുന്നു. മാത്രമല്ല ഈ ബദർ യുദ്ധം നടന്നിട്ടുള്ള റമദാൻ 17 അതിപ്രധാനപ്പെട്ട രാവായിട്ട്, നന്മയുടെ ഉത്സവരാവായിട്ട് ചരിത്ര പണ്ഡിതന്മാരൊക്കെ രേഖപ്പെടുത്തുന്നുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റളിയല്ലാഹു തആല അൻഹു 5-ാം നൂറ്റാണ്ടിലെ മുജദ്ദിദായ ഹുജ്ജത്തുൽ ഇസ്ലാം എന്ന പേരിൽ അറിയപ്പെടുന്ന അബു ഹാമിദുൽ ഗസാലി തങ്ങൾ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്ന വളരെ വിശിഷ്ടമായിട്ടുള്ള രാവുകളുടെ കൂട്ടത്തിൽ ഈ രാവിനെ എണ്ണിയിട്ടുണ്ട്. റമദാനിൻ്റെ 17ാമത്തെ രാവ്, അതുപോലെ തന്നെ അതിൻ്റെ പകലിനെയും എണ്ണിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മഹത്വം വളരെ വ്യക്തമായിട്ട് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് എന്ന നിലയ്ക്ക് നമ്മൾ ആ മഹത്വത്തെ സ്വീകരിക്കാനും മഹത്വത്തെ മനസ്സിലാക്കാനും ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തി. ബദരീങ്ങളുടെ ആണ്ടെന്ന് പറയുന്നത് സ്വഹാബാക്കൾ തന്നെ മാതൃക കാണിച്ചിട്ടുള്ള ഒരു മഹത്തായ പ്രവർത്തനമാണ്. ഹിജ്റ 151 വഫാത്തായ ഇബ്നു ഇസ്ഹാഖ് റളിയല്ലാഹു തആല അൻഹുവും ഇമാം ബൈഹഖിയും രേഖപ്പെടുത്തുന്ന ഒരു നിവേദനമുണ്ട്, ഒരു വിവരമുണ്ട്. സ്വഹാബി പ്രമുഖനായ സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു തആല അൻഹു റമദാൻ 17 ദിവസത്തെ ആദരിക്കുമായിരുന്നു. അവിടുന്ന് പറയും, ഈ ദിവസം ബദർ യുദ്ധം നടന്ന ദിവസമാണ്. ബഹുമാനപ്പെട്ട സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു തആല അൻഹു റമദാൻ 17 രാത്രികളിൽ ഹയാത്താക്കുമായിരുന്നു. സുബഹിൻ്റെ സമയം അദ്ദേഹത്തിൻ്റെ മുഖത്ത് അതിൻ്റെ അടയാളം കാണുവാൻ സാധിക്കുമെന്ന് കൂടെയുള്ള ആളുകളൊക്കെ രേഖപ്പെടുത്തുന്നുണ്ട്. അവിടുന്ന് പറയും, ഈ പ്രഭാതത്തിലാണ് അള്ളാഹു സത്യവും അസത്യവും വേർതിരിച്ചത്. ഇസ്ലാമിനെ ഇസ്സത്ത് ലഭിക്കുകയും കാഫിരിങ്ങളുടെ മുഖം പിച്ചിച്ചീന്തപ്പെടുകയും അവരുടെ നേതാക്കളെ പരാജയപ്പെടുത്തപ്പെട്ടതുമായ ദിവസമാണ് ഇന്ന് എന്ന് പറഞ്ഞുകൊണ്ട് സ്വഹാബാക്കൾ പോലും ഈ ദിവസത്തെ ആദരിച്ചിരുന്നു. അതുപോലെ തന്നെ സ്വഹീഹ് ബുഖാരിയിലെ ഒരു ഹദീസ് കാണാൻ പറ്റും. റുബയ്യ റളിയല്ലാഹു തആല അൻഹ പറയുന്ന ഒരു ഹദീസാണ്. എൻ്റെ വിവാഹ ദിവസം മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എൻ്റെ വീട്ടിൽ വരികയും എൻ്റെ വിരിപ്പിൽ വന്നിരിക്കുകയും ചെയ്തു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ചെറിയ പെൺകുട്ടികൾ ബദർ യുദ്ധത്തിൽ ഷഹീദായ അവരുടെ പിതാക്കന്മാരുടെയും മറ്റും മദ്ഹുകൾ പാടുകയും ദഫ് മുട്ടുകയും ചെയ്യുന്ന ഒരു സമയമായിരുന്നു. അങ്ങനെയിരിക്കെ അവരിലൊരു കുട്ടി ബദരീങ്ങളുടെ മഹത്വം പറയുന്നത് നിർത്തി. ഞങ്ങളിൽ നാളെ വരാനിരിക്കുന്ന കാര്യങ്ങളൊക്കെ അറിയുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉണ്ട് എന്ന് പറയുന്ന രൂപത്തിൽ തുടങ്ങുന്ന നബി തങ്ങളുടെ മദ്ഹ് പിന്നീട് അവരൊക്കെ പാടാൻ തുടങ്ങിയപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിർത്തൂ, നിങ്ങൾ ആദ്യം പാടിയ ബദരീങ്ങളുടെ മദ്ഹുകൾ തന്നെ തുടരുക എന്ന് പറഞ്ഞുകൊണ്ട്, എന്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് നബി തങ്ങൾ തന്നെ പറ്റി പറയുന്ന മദ്ഹിനെ ആ സമയത്ത് തടഞ്ഞു എന്ന് ചോദിച്ചാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ സംബന്ധിച്ച് പറഞ്ഞ മദ്ഹിനെ നിർത്തിവെക്കാൻ എന്തുകൊണ്ട് കൽപ്പിച്ചു എന്ന് വെച്ചാൽ അവിടെ പണ്ഡിതന്മാർ പറയുന്നത്
ബദരീങ്ങളുടെ മഹത്വത്തെ സംബന്ധിച്ചാണ്. മാത്രമല്ല ഈ പറയപ്പെട്ട ബദരീങ്ങളിലെ ഒന്നാമത്തെ വ്യക്തി ആരംഭ മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. റസൂലുള്ള പോലും ബഹുമാനപ്പെട്ട ബദരീങ്ങളുടെ അനുസ്മരണത്തെ കൽപ്പിക്കുന്നുണ്ട് എന്ന് ഇത് മൂലം നമുക്ക് മനസ്സിലാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ബദരീങ്ങളുടെ ദറജ കൊണ്ട്, ഈ ബദരീങ്ങളുടെ മദദ് കൊണ്ട് നമ്മെ ഇരു ലോകത്തും വിജയിപ്പിച്ച് മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ.